ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ മറച്ചുവെച്ച് വനംവകുപ്പ്. ജില്ലയിൽ ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിവരാവകാശ രേഖയ്ക്ക് നൽകിയ മറുപടി. വനംവകുപ്പ് പൂട്ടിച്ച ആനസവാരി കേന്ദ്രം അനുമതിയില്ലാതെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ആനകളെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് വനംവകുപ്പ് അടപ്പിച്ച മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലെ കാർമൽഗിരി ആനസവാരി കേന്ദ്രം ഒരുവിധ അനുമതിയുമില്ലാതെ തുറന്നു പ്രവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. അടച്ചുപൂട്ടിയതിനു ശേഷം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകിയിട്ടില്ലെന്ന വനംവകുപ്പ് തന്നെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഏറെ വിചിത്രം. ഇടുക്കി ജില്ലയിൽ ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. അടിമാലിക്ക് സമീപം കല്ലാറിൽ ആനസവാരി കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരിച്ചിരുന്നു. കൂടാതെ ആനകൾക്കെതിരെയുള്ള പീഡനങ്ങളും നടക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് പരിസ്ഥിതി പ്രവർത്തകനായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. ഇതിന് നൽകിയതാകട്ടെ തെറ്റായ മറുപടി. ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് അനധികൃത ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് കെ ബുൾബേന്ദ്രൻ. ഇതെല്ലാം ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി വിങ്ങിൻ്റെ അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ മൗന അനുഭവത്തോടെ ആണ് ഇതെല്ലാം അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നത്. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ 2-3 ദിവസത്തേക്ക് ചിലത് അടയ്ക്കുന്നു. വീണ്ടും ഇവരെല്ലാം ഇതിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചുകൊണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഈ ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. പാപ്പാനെ ആന ചവിട്ടി കൊലപ്പെടുത്തിയ കല്ലാറിലെ ആനസവാരി കേന്ദ്രവും പ്രവർത്തിപ്പിച്ചിരുന്നത് അനുമതിയില്ലാതെയായിരുന്നു. തുടർന്ന് ഇതും വനംവകുപ്പ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിച്ചതടക്കമുള്ള ആനസവാരി കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോഴാണ് ഇടുക്കി ജില്ലയിൽ ആനസവാരി കേന്ദ്രങ്ങളെ പ്രവർത്തിക്കുന്നില്ല എന്ന വനംവകുപ്പിന്റെ മറുപടി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്തരം അനധികൃത ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.